എല്ലാ കാലത്തും നോക്കൂ, CPM-ല് ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരറ്റത്ത് EP ജയരാജനാണ്, EP-യുടെ പേരാണ് അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അത് ഒരു മനഃപൂർവ്വം അങ്ങനെ സംഭവിക്കുന്നതാണോ? അത് എന്താണെന്നല്ല നിങ്ങളൊക്കെ ആലോചിച്ച് നോക്ക്. മാവുള്ള മാവിനല്ലേ കല്ലെറിയൂ? അല്ല, അങ്ങനെ മാങ്ങയുള്ള മാവിനല്ലേ കല്ലെറിയൂ? അപ്പോൾ ഇത് ലേശം മാങ്ങയുണ്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് കല്ലെറിയും. ഈ മാവിന് ശകലം മാങ്ങ കൂടുതലുള്ളതുകൊണ്ടാണോ? ആയിരിക്കും, അതുകൊണ്ട് കല്ലെറിയുന്നത്. പാർട്ടി എല്ലാ കാര്യവും പരിശോധിക്കുന്ന പാർട്ടിയത്. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി പരിശോധിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ് CPIM. ആ കാര്യങ്ങളെല്ലാം പാർട്ടി ചെയ്യേണ്ടതാണ്. അതാരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല, പറഞ്ഞു ചെയ്യിപ്പിക്കാൻ കഴിയുന്നതുമല്ല. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഇതിൽ എത്ര കാലം കഴിഞ്ഞൊരു കഥകളാണ്. എത്ര കാലം മുമ്പ് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലേ? തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒന്നര കൊല്ലം മുമ്പല്ലേ നിങ്ങൾ എന്താ വാർത്ത കൊടുത്തത്? അന്ന് രാവിലെ പറഞ്ഞതല്ലേ? അന്ന് രാവിലെ കണ്ടമട്ടല്ലേ? അതെന്തിനാ ചെയ്തത്? മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ജയരാജൻ തന്നെ ഒന്നും ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ ആരാണ് ഇതിന്റെ പിന്നിലെന്ന്. അങ്ങനെ എനിക്കൊരു കാര്യം, ഞാൻ അതിനൊന്നും ഭയപ്പെടുന്നില്ല. എനിക്കതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ ഭയപ്പെടേണ്ടതുള്ളൂ. തെറ്റ് ചെയ്യാത്ത ഒരാൾ ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്ത് വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളാണ് എപ്പോഴും തെറ്റ് ചെയ്യാതിരിക്കാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കാറ്. പാർട്ടിക്കകത്തുനിന്ന് തന്നെ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? അല്ല, വേറെ എനിക്കുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്നത് മാനിക്കുലേറ്റ് ചെയ്തതാണ്. ഈ വന്നിരിക്കുന്നതെല്ലാം പൂർണ്ണമായും ഈ വന്നിട്ടുള്ളത്, അതായത് ഞാൻ കണ്ടിട്ടുള്ള ഈ വാർത്തകളുണ്ടല്ലോ, അതെല്ലാം യഥാർത്ഥത്തിൽ തയ്യാറാക്കി ഇന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അത് എൻ്റെ ജീവചരിത്രവുമായി കൂട്ടിക്കുഴക്കാൻ ഏതോ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട്. അങ്ങ് കൊടുത്തു എന്ന് പറയുന്ന അതാണ് അന്വേഷിക്കണമെന്ന് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങ് കൊടുത്തു എന്ന് പറയുന്ന 200 പേജ് ഈ പുതിയതായി വന്നെന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. ഞാൻ കൊടുക്കുമ്പോൾ 200 പേജൊന്നും ഇല്ല. ഞാനിങ്ങനെ എഴുതിയും കൊടുക്കുകയും ഒരു പേജെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഒരു എഴുതി കൊടുത്തതിൽ ഒരു പേജെങ്കിലും ഇപ്പോൾ ഈ വന്നതിലുണ്ടോ? അതിപ്പോൾ ഞാനിത് കണ്ടോ? ഞാൻ ഈ പുസ്തകം കണ്ടോ? ഇതുവരെ ഇത്ര നേരമായിട്ട് പരിശോധിച്ചില്ല. എങ്ങനെയാ പരിശോധിക്കുക? നിങ്ങൾ പരിശോധിച്ചിട്ടോ? കിട്ടിയില്ല. അത് ഞാൻ എഴുതിയ പുസ്തകം തന്നെ ഞാൻ ഇതുവരെ കണ്ടില്ല. നമ്മൾ പരിശോധിച്ചിരുന്നു, നമ്മുടെ കയ്യിൽ. ഞാനിങ്ങനെ എഴുതിയേ കൊടുക്കുകയും അത് പിന്നെ ഇതൊക്കെ നിങ്ങളൊരു പുസ്തകം എഴുതുന്നവരല്ലേ നിങ്ങൾ പലരും? എങ്ങനെയാ ചെയ്യുക? എഴുതി പിന്നെ എത്രയോ വട്ടം വായിച്ച് നോക്കി പലതരത്തിലുള്ള മാറ്റങ്ങളും ഭാഷാശുദ്ധിയും ഒക്കെ വരുത്തിയിട്ടില്ലേ? അതിന് കുറച്ച് സമയമെടുത്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇത് ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു പുസ്തക പ്രകാശനത്തിന് തീയതി നിശ്ചയിച്ചിട്ടുമില്ല. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും ഒന്നും DC ബുക്സിനെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളൊരു തെറ്റായ കൃത്യം നടന്നാൽ നിങ്ങൾ അതിനെയല്ലേ വിമർശിക്കേണ്ടത്?